സൺഡേ സാറമ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നമ്മുടെ കൊറോണ കാലഘട്ടം കഴിഞ്ഞ് എല്ലാ മാസവും ഒരു അതിഥിയെപ്പോലെ ഓരോരുത്തരിലും എത്തി ഒരു ആഴ്ച താമസിച്ചു പോകുന്ന നോസ് കൺജഷൻ, കഠിനമായ മൂക്കടപ്പ് എന്ന അവസ്ഥയിലൂടെ ഞാനും കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിനും ഈ വീഡിയോയ്ക്കുമൊക്കെ അതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉണ്ടാകുമെന്ന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുകയാണ്. നമ്മളുടെ പാപ്പ, പുതിയ മാർപ്പാപ്പ ലിയോ 14 സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ, അതിനോടനുബന്ധിച്ച് തന്നെ ലോകത്തിലെ ഒരു വലിയ സംഘർഷത്തിന് അവസാനമുണ്ടായി എന്നത് അദ്ദേഹത്തിന് വലിയ സന്തോഷം നൽകിയതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ നിലവിലുള്ള സംഘർഷങ്ങളെക്കാൾ കൂടുതൽ ഗൗരവമുള്ള സംഘർഷമാണ്. ഇസ്രായേൽ യുക്രൈൻ സംഘർഷത്തിൽ യുക്രൈൻ ഒരു ന്യൂക്ലിയർ ശക്തിയല്ല എന്ന ഒരു പ്രത്യേകതയുണ്ട്. പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ പാലസ്തീൻ ഒരു രാജ്യം പോലുമല്ല എന്നുള്ള പ്രത്യേകതയുമുണ്ട്. നേരെ മറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ ശക്തികളാണെന്ന് മാത്രമല്ല, അതിലൊരു രാജ്യം പാകിസ്ഥാൻ തീർത്തും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു രാജ്യമാണ് എന്നുള്ള വലിയൊരു ഭീഷണി കൂടി നിലവിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഏറ്റവും അധികം ഭീതിയോടെയാണ് ലോകം എന്നും വീക്ഷിക്കുന്നത്. പക്ഷേ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, അത് അവസാനിപ്പിക്കാൻ വളരെ പ്രയാസമാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ലോകത്തിന് തന്നെ ഒരു വലിയ മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ മനസ്സിലാക്കി കൊടുത്തു, യുദ്ധം തുടങ്ങാൻ മാത്രമല്ല എളുപ്പം, അവസാനിപ്പിക്കാനും എളുപ്പമുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. ഈ യുദ്ധത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്ന രാജ്യം നിശ്ചയമായും ഇന്ത്യയാണ്. മേൽക്കൈയുള്ളവരാണ് യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് നിശ്ചയിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യുദ്ധം അവസാനിപ്പിക്കാത്തത് റഷ്യയാണ്. പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കാത്തത് ഇസ്രായേലാണ്. ഇവിടെ ഇന്ത്യയാണ് വാസ്തവത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. കാരണം ഇന്ത്യയാണ് മേൽക്കൈയുള്ള ശക്തി. ഇവിടെ ഇന്ത്യക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആ ഒരു ധൈര്യം, ആത്മധൈര്യമുണ്ട് എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ കണ്ടുപഠിക്കേണ്ട കാര്യം എന്ന് ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൽ അധികം ശക്തികൾക്ക് ഇത് സാധിക്കില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുകയും അത് വളരെ പരിമിതമാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വലിയ ലക്ഷ്യം അവിടെ കിടക്കുന്നുണ്ട്. കാശ്മീർ എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമായി നമ്മൾക്ക് മേൽക്കൈ കിട്ടിയല്ലോ, എന്നാൽ പിന്നെ കാശ്മീർ ഇങ്ങനെ പിടിച്ചേക്കാം എന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ ഒരിക്കലും നീങ്ങിയിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ നേരെ പെഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിന് ഒരു ഉത്തരം നൽകണം, കൃത്യമായ ഒരു ഉത്തരം നൽകണം. നാളെ ഇവര് നമ്മൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നതിന് മുൻപ് 10 വട്ടം ചിന്തിക്കണം. മാത്രമല്ല, ഈ രാജ്യത്തിലെ മനുഷ്യർക്ക് ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുമെന്ന ഒരു ഗ്യാരണ്ടി ഇന്ത്യയിലെ ഗവൺമെന്റിന് ഇവിടുത്തെ മനുഷ്യർക്ക് നൽകേണ്ടതുണ്ട്. കാരണം വെറുതെ വഴിയാ നടന്ന മനുഷ്യര്, രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്ന മനുഷ്യരെ മതം ചോദിച്ചു വധിച്ചു എന്നുള്ളത് ഒരു തരത്തിലും ക്ഷമിക്കാനാവുന്ന ഒരു അപരാധമല്ല. അത് ഒരുപക്ഷെ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുൽവാമ അറ്റാക്ക് എന്ന് പറഞ്ഞ് നമ്മളുടെ പട്ടാളത്തിന് നേരെ നടത്തിയ 40-ലധികം പട്ടാളക്കാർ മരിച്ചുപോയ പുൽവാമ അറ്റാക്കിനേക്കാളൊക്കെ ഗൗരവമുള്ളതാണ്. കാരണം അത് പട്ടാളത്തിനിട്ടാണ്, ഇത് വെറും സാധാരണ മനുഷ്യർക്കിട്ടാണ്. അവരുടെ മുൻപിൽ വന്ന്, സ്ത്രീകളുടെ മുൻപിൽ വന്ന് ഭർത്താക്കന്മാരെ പിടിച്ചു നിർത്തി മതം ചോദിച്ച് കഴുത്തിറക്കുക എന്ന് പറയുന്ന ഏറ്റവും നീചമായ പ്രവൃത്തി ചെയ്തിട്ടും തിരിച്ചടിക്കാൻ നമുക്ക് ആവുന്നില്ല എന്ന് പറയുന്നത് വലിയ ബലഹീനതയായി പരിഗണിക്കപ്പെടും. നമ്മളുടെ ആളുകളുടെ ആ സെക്യൂരിറ്റി ഫീലിംഗ് എന്ന് വലുതായിട്ട് ബാധിക്കും. അതുകൊണ്ട് തിരിച്ചടിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. അത് കൊടുത്ത സമയത്തൊക്കെ നമ്മൾ തിരിച്ചടി നൽകിയതൊക്കെ ഇരുപ്പതാണ്. 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളത് പാകിസ്ഥാനിന്റെ ഹാർട്ടിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് മിസൈലുകൾ ഉപയോഗിച്ച് 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത്. അതിനുശേഷം അവർ തിരിച്ചടിച്ചു. അവരുടെ തിരിച്ചടികൾ മുഴുവൻ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു. ഒരു മിസൈൽ വെച്ച് നോക്കുമ്പോൾ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, കുഞ്ഞു ഡ്രോൺ ഉപയോഗിച്ച് അവർ നമ്മുടെ അതിർത്തിയിൽ സാധാരണ കാണിക്കുന്ന സംഘർഷം അത് കുറെ കൂടി വലിയ തോതിൽ നമ്മുടെ നേരെ പ്രയോഗിച്ചു. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും പത്രങ്ങളിലൊക്കെ ഇത് വായിച്ച് മനസ്സിലാക്കിയതാണ്. നമ്മൾ കൊടുത്ത അടികളെല്ലാം അതിശക്തമായ അടികളാണ് തിരിച്ചു കൊടുത്തത്. വളരെ ചുരുക്കം അടികളെ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ കൊടുത്ത അടിയെല്ലാം നല്ല ഇരുപ്പതായിട്ടുള്ള അടിയാണ്. പാകിസ്ഥാനിലെ 4.17 5.71 റിച്ചർ സ്കെയിലിൽ നോട്ട് ചെയ്ത ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അവരുടെ അറ്റോമിക് ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രയോഗിച്ചു എന്നാണ് ഇന്റർനാഷണൽ സോഴ്സുകളിൽ കാണുന്ന ഒരു വാർത്ത. ഇത് ഉറപ്പിച്ച് പറഞ്ഞുള്ള വാർത്തകളല്ല. കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് വാർത്തകൾ കളക്ട് ചെയ്യുക എന്നുള്ള ഇന്റർനാഷണൽ ഏജൻസികൾക്ക് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. കാരണം അവിടെ പത്രപ്രവർത്തനം സുതാര്യമായ സംഗതിയല്ല. പത്രപ്രവർത്തകരാണെന്നും പറഞ്ഞ് ഇറങ്ങി നടന്ന അവിടെ അവിടുത്തെ നാട്ടുകാരുടെ രീതി നമുക്കറിയാം. അവിടെ ധാരാളം ഭീകരപ്രവർത്തകർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് വാർത്തകൾ പുറത്തു വരില്ല.
ഇന്ത്യ കൊടുത്തുള്ള അടികളൊക്കെ ഇരുപ്പതാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആദ്യം സൗദി അറേബ്യയുടെ കാലിൽ പോയി വീണത്, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ചു തരണം. അപ്പോൾ ഇവിടെ അമേരിക്ക ഇടപെട്ടു എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. നിശ്ചയമായും ഇടപെട്ടിട്ടുണ്ടാവും. അമേരിക്ക മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടാവും. കാരണം ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നുള്ളത് എല്ലാ ലോക രാജ്യങ്ങളുടെയും താല്പര്യമാണ്. ഇന്ത്യക്ക് ധാരാളം സൗഹൃദങ്ങൾ, ഇന്ത്യയുടെ സൗഹൃദങ്ങളുടെ രാജ്യങ്ങളൊക്കെ ഇന്ത്യയെ വിളിച്ച് പ്ലീസ് ബി റെസ്ട്രെയിൻ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിശ്ചയമായും അമേരിക്കയും ഇടപെട്ടിട്ടുണ്ടാവും. ഇത് ഇടപെട്ടിട്ടുണ്ടാവാനുള്ള ഒരു പോസിബിൾ ട്രാക്ക് ഇതാണ്. കാരണം സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒരുപക്ഷെ ഇന്ത്യയോട് കൂടുതൽ സൗഹൃദമുള്ള രാജ്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാനും ആക്സസിബിൾ ആണ് മുസ്ലിം രാജ്യം എന്ന നിലയ്ക്ക്. പാകിസ്ഥാൻ സൗദി അറേബ്യയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. സൗദി അറേബ്യ നമ്മളോടും അമേരിക്കയോടും ഈ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടാവും. അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഇന്ത്യയിലുള്ള സമയത്താണ് ഇപ്പോൾ പുൽവാമ അറ്റാക്ക് സംഭവിക്കുന്നത്. നിശ്ചയമായും അമേരിക്ക അപ്ഡേറ്റ്സ് വാങ്ങിയിട്ടുണ്ടാവും. അമേരിക്ക ഇന്ത്യയോട് സംസാരിച്ചിട്ടുണ്ടാവും. ഇന്ത്യ നമ്മളുടെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും പിന്നോട്ട് പോകുന്ന വിഷയങ്ങളില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, ഭീകരപ്രവർത്തനം പറ്റൂല. അതിന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു ഇനി വെള്ളം ചോദിക്കേണ്ട, അത് കിട്ടൂല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നമ്മളെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ ഏകദേശം ആ കാര്യം പാകിസ്ഥാനോട് കൺവേ ചെയ്തിട്ടുണ്ടാവും. പാകിസ്ഥാൻ 3:30 മണിക്ക് ഇന്ത്യയിലെ ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻസിനെ വിളിക്കുന്നു. ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു. ഇന്ത്യൻ സൈഡിൽ നിന്ന് അവർ പറയുന്നു ഞങ്ങൾ ആലോചിക്കട്ടെ. കാരണം പാകിസ്ഥാന്റെ മാതിരി ഇവിടെ പട്ടാളമല്ലല്ലോ ഭരിക്കുന്നത്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. വെടിനിർത്താന്ന് അവർ പറഞ്ഞ ഉടനെ അവർക്ക് വെടിനിർത്താൻ പറ്റത്തില്ല. വെടിനിർത്തണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തോട് സംബന്ധിച്ചാൽ മാത്രമേ മിലിറ്ററിക്ക് വെടിനിർത്തണോ വേണ്ടോ തീരുമാനിക്കാൻ പറ്റൂ. അവരതിന് സമയം ചോദിക്കുന്നു. സ്വാഭാവികമായും ഡിസ്കഷൻ ഉണ്ടാകുന്നു. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ നേരെ അമേരിക്ക അറിയിക്കുന്നു. അമേരിക്ക എന്നിട്ട് 4:30 മണിക്ക് അമേരിക്കയോട് താങ്ക്സ് പറയുന്നു ഈ പ്രശ്നത്തിൽ ഇടപെട്ടതിന്. 6 മണിക്കാണ് ഇന്ത്യയിൽ നിന്ന് വെടിനിർത്തൽ, 6 മണിക്ക് ശേഷമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. 5:30 മണിക്ക് ട്രംപ് പറഞ്ഞു ഞാനായി പ്രശ്നം തീർത്തത്. മൂപ്പര് എല്ലാത്തിൻ്റെ ഇടയിൽ കയറിയിട്ട് ക്ലെയിം ഉന്നയിക്കുകയാണ്, ഇത് ഞാനാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവരോട് പറഞ്ഞിട്ടുണ്ടാവും വാസ്തവത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ നമ്മുടെ മുമ്പിൽ പ്ലീസ് വെടിനിർത്തു എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ നമ്മൾ ഗവൺമെന്റിനോട് ആലോചിച്ചു. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു വെടിനിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വെടിനിർത്തൽ നിലവിൽ വന്നു. ഇതാണ് ഇതിനകത്ത് വാസ്തവം സംഭവിച്ചിട്ടുള്ളത്. പുറകിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്, അമേരിക്കയും പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രംപ് പറഞ്ഞതുകൊണ്ടല്ല വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത്, പാകിസ്ഥാൻ കരഞ്ഞതുകൊണ്ടാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മുടെ ലക്ഷ്യങ്ങൾ പരിമിതമായിരുന്നു. ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങി വെച്ചതിൻ്റെ ലക്ഷ്യം ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിലേക്ക് ഉണ്ടാവരുതെന്നാണ്. ഈ കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ടാവും. ഇതുകൊണ്ടൊന്നും ഇവർ നിർത്തും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇത് ജിഹാദി പരിപാടികളാണ്. കാരണം വെടിനിർത്തൽ പറഞ്ഞതിന് ശേഷവും പാകിസ്ഥാന്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇവിടേക്ക് ഡ്രോണുകളും വെടിയുണ്ടകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് കാരണം ഒന്ന്, ഭരണകൂടം പറഞ്ഞാൽ പട്ടാളം കേൾക്കില്ല. ഭരണകൂട നിയന്ത്രണത്തിലല്ല പട്ടാളം. 2, ഈ പട്ടാളത്തിലൊക്കെ ജിഹാദിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഇവരെ കൊല്ലുക, അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് വിചാരിക്കുന്ന ജിഹാദിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ പട്ടാളത്തിനടക്കമുണ്ട്. ഒരു ഹിന്ദുവിനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം, സ്വർഗത്തിലെ സൗകര്യങ്ങൾ അനുഭവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല, ഇവിടുത്തെ കുഴപ്പമില്ല, നേരെ സ്വർഗത്തിലേക്ക് പോകാമല്ലോ, അവിടെ സൗകര്യമില്ല, വെറുതെ എന്തിനെ ഭൂമിയിൽ കിടന്ന് പട്ടിണി കിടക്കണേ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ശരി, ഈ പ്രശ്നം അവസാനിച്ചു എന്നുള്ളത് ലോകത്തിൽ ആരെ കഴിഞ്ഞും ഏറ്റവും അധികം സമാധാനം നൽകുന്നത് നമുക്ക് തന്നെയാണ്. കാരണം ഒരു യുദ്ധം എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല, ഒരുപാട് പൈസ കിട്ടുന്ന കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് യുദ്ധം ഒരിക്കലും താല്പര്യം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. നമ്മൾ പുരോഗതിയിലേക്ക് ലക്ഷ്യം വെച്ച് അനുനിമിഷം പുരോഗതിയിലേക്ക് കുതിക്കുന്ന രാജ്യമാണ്. നമ്മളുടെ ഹൈവേകളൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ പുരോഗതി എന്നുള്ളത് വെറുതെ ഉണ്ടാകുന്നില്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. അതിർത്തി കൊണ്ട് യുദ്ധം ചെയ്ത് ഈ പൈസ മുഴുവൻ കത്തിച്ച് കളഞ്ഞാൽ നമ്മുടെ പുരോഗതിയൊക്കെ അവിടെ നിൽക്കും, എങ്ങോട്ടും ഇത് കയറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് മറ്റാരെ കഴിഞ്ഞും ആവശ്യം നമ്മളുടെ തന്നെയാണ്. അത് കൃത്യസമയത്ത് ഇത് അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കാൻ കരുത്തുള്ള ഒരു ഗവൺമെന്റ്, ഒരു ഭരണകൂടം ഈ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മേന്മയെന്ന് പറയുന്നത്. റഷ്യക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? അവിടെ ഭരണകൂടമല്ല, അവിടെ കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടൻ തോന്നിയാസം കാണിക്കും. ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ യുദ്ധം നിർത്തണോ തുടങ്ങണോ ഇതൊക്കെ കൂടിയാലോചിച്ച് ചെയ്യുന്ന കാര്യമാണ്. വളരെയധികം കൂടിയാലോചിച്ചിട്ടാണ് തുടങ്ങാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ കൂടിയാലോചിച്ച് ശാന്തമായി ഇത് നിർത്താനും തീരുമാനിച്ചു. ഇനി ഇങ്ങോട്ട് വന്നാൽ എന്താ കിട്ടാൻ പോകുന്നുള്ളത് ഏകദേശം ഇപ്പം മുതുകത്തെ ഇടി കിട്ടിയ പാടൊക്കെ തടവിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ ഒരു കച്ചറയ്ക്ക് അവർ വരില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നാളെ ഇത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ അവിടെ ഇനി വീണ്ടും ഇത് തന്നെ സ്വർഗത്തിൽ പോകാനുള്ള വഴി അന്വേഷിച്ച് ഇങ്ങോട്ട് ആളുകൾ കയറി വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല എന്നുള്ള വിഷയം അവിടെ വേറെയുണ്ട്. ഇതിനിടയിൽ പരിക്ക് പറ്റിയ ഒരു കൂട്ടുണ്ട്, അത് ചൈനയാണ്. കാരണം പാകിസ്ഥാൻ വലിയ പുള്ളിയാണ്, പാകിസ്ഥാനാണ് ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ചൈനയുടെ പേര് ഇതിനിടയിൽ എവിടെയും കേട്ടില്ല. അമേരിക്ക വന്ന് കൂളായിട്ട് ഇടപെട്ട് യുദ്ധം നിർത്തി തന്നു എന്ന് പാകിസ്ഥാൻ ഇന്റർനാഷണൽ മാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്തു. 4:30 മണിയായപ്പോൾ തന്നെ പാകിസ്ഥാൻ പറഞ്ഞു ഇതിൽ ഇടപെട്ട അമേരിക്കയ്ക്ക് നന്ദി എന്ന് പറഞ്ഞു. ചൈനയ്ക്ക് നന്ദിയില്ല.
അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇതിനകത്ത് എവിടെ ഇല്ലാന്ന് മാത്രമല്ല, ചൈനയുടെ ആയുധങ്ങൾക്ക് ഇവിടെ ശോഭിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾക്കൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ആയുധങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സപ്പോർട്ട് ചെയ്ത ഫ്രാൻസും റഷ്യയും നമുക്ക് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങളാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്ത തുർക്കിയും ചൈനയും അവർക്ക് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആയുധങ്ങൾ കൊടുത്തിട്ട് ആ വെടിക്കോപ്പിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ വെടിക്കോപ്പുകൾ കൊടുത്ത രാജ്യം അമ്പേ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ ആയുധങ്ങൾ അമ്പേ പരാജയപ്പെട്ടു എന്നും ഇനി ഇന്റർനാഷണൽ മാർക്കറ്റിൽ നാളെ ഇവരുടെ സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാവുകയില്ല എന്നും ആണ് അർത്ഥം. ഇന്ത്യ ഇതിലെ വലിയ മേൽക്കൈ നേടി ഇന്ത്യ ഉപയോഗിച്ച ഉപകരണങ്ങളെല്ലാം മേന്മയുള്ളതാണ് എന്ന് രാജ്യത്തിന് ബോധ്യപ്പെടുകയും നാളെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ ആയുധങ്ങളുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇതൊക്കെ വെറും കച്ചവടമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയുള്ള ഒരു ഭരണ നേതൃത്വം കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് യുദ്ധം നീണ്ടു പോകരുത് എന്ന് ഈ ഭരണ നേതൃത്വം ആഗ്രഹിച്ചതെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ പ്രശ്നം അവസാനിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതിനിടയിലൂടെ മിഡിൽ ഈസ്റ്റിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹമാസ് വിശാലമനസ്കരായിട്ട് അമേരിക്കയുടെ ഒരു ബന്ദി ഉണ്ടല്ലോ, ഈഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ബന്ദി അവരുടെ കയ്യിലുണ്ട്. 59ഓളം ബന്ദികൾ അവരുടെ കയ്യിലുണ്ട്, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമാരായി. അതിൽ ഒരു ബന്ദി, അമേരിക്കൻ ബന്ദി ജീവനോടെ ഉള്ളതുകൊണ്ട് അതിന്റെ പേര് ഈഡൻ അലക്സാണ്ടർ എന്നാണ്. ആ ബന്ധിയെ തിരിച്ചു കൊടുത്തേക്കാം, വെടി നിർത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം വരുന്ന ചൊവ്വാഴ്ചയാണ് ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ അതിനു മുൻപ് ഒരു സൗഹൃദ സിമ്പൽ എന്ന നിലയ്ക്ക്, സൗഹൃദ അടയാളം എന്ന നിലയ്ക്ക് അവർ ഈഡൻ അലക്സാണ്ടറിനെ വിട്ടുകൊടുക്കുകയാണ്. അത് ട്രംപിനോടുള്ള സൗഹൃദമാണ്. US-ഉം ഹമാസിന്റെ ഭീകരന്മാരും തമ്മിൽ ഖത്തറിൽ വെച്ച് നേരിട്ട് ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് വെടിനിർത്തലിന് പകരം അതൊരു തുടക്കം എന്ന നിലയിൽ ഞങ്ങൾ ഇയാളെ വിട്ടുതരാം എന്നാണ് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പകരമായിട്ട് ഇസ്രായേൽ വെടിനിർത്തുന്ന പരിപാടിയൊന്നുമില്ല, വെടി ഞങ്ങൾ വയ്ക്കും. ഈ ഈഡൻ അലക്സാണ്ടർ വിട്ടുതരാനുള്ള ഒരു സേഫ് കോറിഡോർ പ്രൊവൈഡ് ചെയ്യും. അതിനപ്പുറത്തേക്കുള്ള വെടിനിർത്തലൊന്നും ഹമാസ് പ്രതീക്ഷിക്കേണ്ട എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഹൂതികളുമായിട്ടുള്ള പ്രശ്നത്തിൽ ഹൂതികൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും അമേരിക്കയും തമ്മിൽ സന്ധിയിലെത്തി, പക്ഷേ ഇസ്രായേലിനെ ഞങ്ങൾ പെടുത്തിയിട്ടില്ല. അവരാ പ്രഖ്യാപിച്ചത്, ഇസ്രായേലല്ല പ്രഖ്യാപിച്ചത്, ഹൂതികളാണ് പ്രഖ്യാപിച്ചത്. അവര് ഇസ്രായേലിനെതിരെ പെടുത്തിയിട്ടില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ നിങ്ങൾ പെടുത്തണം, നിങ്ങൾ തമ്മിലായിരിക്കും, നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ അമേരിക്കയുടെ നേരെ വെടിനിർത്തി എന്ന് പറഞ്ഞതിന് ശേഷം അവരാദ്യമേ മിസൈൽ അയച്ചു. ഇസ്രായേൽ പോയിട്ട് സന എയർപോർട്ടിനെ കംപ്ലീറ്റ് അവിടെ അങ്ങനെ ഒരു സാധനം ഇല്ലാത്ത നിലയിലാക്കി. അതിനടുത്തുള്ളൊരു പോർട്ട് വരെ തീർത്തു, ഒരു സിമെന്റ് ഫാക്ടറി തീർത്തു. ഞാനത് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് അതിന്റെ അടി കിട്ടി, ഏകദേശം പത്തി അടങ്ങി. അത് കഴിഞ്ഞ് കരാറുണ്ടാവുന്നു. കരാറിന് ശേഷം പിന്നെയും അവർ ഡ്രോണുകൾ ഇസ്രായേലിന് നേരെ അയക്കുകയും ഇസ്രായേൽ നിർവീര്യമാക്കുകയും ചെയ്തു. അപ്പൊ വീണ്ടും ഡ്രോണുകൾ അയച്ചതിന്റെ ഭാഗമായിട്ട് ഇതിലെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഈസ്റ്റ് യമനിലുള്ള 3 പോർട്ടുകൾ, റാസ് ഇസ, ഹേദിയ, സാലിഫ് എന്നീ 3 പോർട്ടുകൾ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് യമനിലുള്ള 3 പോർട്ടുകൾ അങ്ങ് ഒഴിച്ചിട്ടേക്ക് എന്ന് അവർ അറബിയിൽ തന്നെ എക്സ് പ്ലാറ്റ്ഫോമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അറബിയിൽ ഇനി ആർക്കെങ്കിലും വായിക്കാൻ അറിയാത്തതുകൊണ്ട് അവിടെ നിന്നിട്ട് ബോംബ് തല വീഴുമ്പോൾ ബോംബ് വീട് ചത്ത എന്ന് പറഞ്ഞ് കരയണ്ട, ഈ 3 എയർപോർട്ടുകൾ ഞങ്ങളിങ്ങ് എടുക്കും എന്ന് അവർ കൃത്യമായിട്ട് പ്ലാറ്റ്ഫോം പറഞ്ഞു. ഞങ്ങൾ പറയും ഇനി അത് എപ്പോഴാണ് അവിടേക്ക് തിരിച്ചു വരാനുള്ള അവസരം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ട് വന്നാൽ മതി, ഞങ്ങൾ പറയുന്നത് വരെ അവിടേക്ക് വരണ്ട. വിച്ച് മീൻസ് അവർ സമയം നിശ്ചയിച്ച് ആ 3 പോർട്ടുകൾ തീർക്കും എന്നാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വാസ്തവത്തിൽ ഇതിനകത്ത് വളരെ ഈ ഹൂതികൾക്ക് പറ്റിയൊരു വലിയ അബദ്ധമുണ്ട്. അവർ ഈ പാക്റ്റിലെത്തുമ്പോൾ അമേരിക്കയോട് മാത്രം പാക്റ്റിലെത്തുകയും ഇസ്രായേലിനോട് പാക്റ്റിൽ എത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള സൗകര്യം എന്താണ്? ഈ ഹൂതിക്കിട്ട് എന്ത് ചെയ്യണമെങ്കിലും അമേരിക്കയ്ക്ക് ഇസ്രായേൽ വഴി ചെയ്യാം. കാരണം അമേരിക്കയും ഇസ്രായേലും ഹൂതികളും ഇസ്രായേലും തമ്മിൽ പാക്റ്റില്ല. ഇസ്രായേലിന്റെ അടുത്ത് അടിക്കാൻ പോയി കിട്ടുന്നത് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു ഡ്രോൺ അയച്ചാൽ അവൻ ഇവിടെ വന്ന് തിരിച്ച് എടുത്തോണ്ട് പോകുന്ന 3 പോർട്ടാണ്. ഇവരയക്കുന്നത് ഒരു ഡ്രോണാണ്. ഈ ഡ്രോണിനെ അവർ വെടിവെച്ചതായിരുന്നു. പോർട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഇവര് യമന്റെ ഓരോരോ കഷ്ണങ്ങളായിട്ട് തീർത്താണ്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയായിട്ട് ഇവർ ബാക്കിലെത്തുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ യുദ്ധത്തിലെ തന്ത്രങ്ങളാണ്, ബാക്കിലൂടെ കളിക്കുന്ന കളികളാണ്. ഹമാസുമായിട്ടുള്ള വിഷയങ്ങളിൽ ഇപ്പൊ ഹമാസ് പോയിട്ട് അമേരിക്കയുടെ കാലിൽ വീഴാണ്, നിങ്ങളുടെ ബന്ദീനെ പിടിച്ചാൽ നമ്മൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ തന്നിരിക്കും. അപ്പൊ അമേരിക്ക പറയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം തരാം. അമേരിക്ക ഭക്ഷണം തരുന്നതിനെ എതിർക്കുകയില്ല എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്, ഭക്ഷണം കൊടുത്തോട്ടെ. അത് അമേരിക്കൻ പ്രൈവറ്റ് കമ്പനികളാണ് ഭക്ഷണം ഒക്കെ, നിങ്ങൾ ഓർക്കണം. അതിന്റെ ചെലവ് കൂടെ എഴുതി വാങ്ങാനാണ് ട്രംപ് ഇപ്പം ഇവിടെ സൗദി അറേബ്യയിൽ വരുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണ സാധനങ്ങളോ മരുന്നുകളോ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ
ചെലവ് അറബ് രാജ്യങ്ങൾ വഹിക്കണമെന്ന് ട്രംപ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കൻ ഗവൺമെന്റ് അല്ല ഈ പരിപാടി നടത്തുന്നത്, അമേരിക്കൻ കമ്പനികളാണ്. അമേരിക്കൻ കമ്പനികൾ ഈ ഇവരുടെ അറബ് രാജ്യങ്ങളുടെ നിന്ന് പണം വാങ്ങുന്നു. ആ പണം ഉപയോഗിച്ച് അവർ ഭക്ഷണ സാധനങ്ങളും മരുന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അവർ ഭക്ഷണ സാധനങ്ങളും മരുന്നും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇസ്രായേൽ പട്ടാളം കാവൽ നിൽക്കുന്നു. അത് സൗതേൺ ഗാസയിലാണ്. സൗതേൺ ഗാസയിൽ ഇസ്രായേലി പട്ടാളത്തിന്റെ സാന്നിധ്യം പരിമിതമാണ്. ഈ ഒരു ഭക്ഷണ വിതരണത്തിന്റെ പേരിൽ ആ പ്രദേശം മുഴുവൻ അവരുടെ സായുധ സാന്നിധ്യം ഉണ്ടാകും. അതിന്റെ നോർത്തേൺ പാർട്ട് മുഴുവൻ ഓൾറെഡി ഇസ്രായേൽ കൈവശപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഇതിനകത്ത് ടാക്ടിക്സ് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഒന്നാം തരം കളിയാണ്. അപ്പൊ ഇതാണ് UN പറയുന്നത്, ഇതിനകത്ത് ഇങ്ങനൊരു ടാക്ടിക്സ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കൂടൂല എന്ന് UN പറയുന്നത്, അല്ല UN ഹമാസ് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ UN ഒന്നും വേണ്ട, ഇത് അമേരിക്ക തീരുമാനിക്കും, അമേരിക്ക നടത്തും. അതിന്റെ അടിയിലൂടെ ഇവർക്ക് നടത്താനുള്ള, അല്ലെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കമ്പൈൻഡ് ആയിട്ട് നടത്താനുള്ള ടെക്നിക്ക് മറ്റൊരു സമാധാനത്തിന്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു അറബ് വേർഡ്, ഞാനത് മറന്നുപോയി. ആ പരിപാടി തന്നെയാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കണം. അതിനിടയിലൂടെ ഇറാനുമായിട്ട് സൺഡേ നടന്ന ടോക്ക് കൺസ്ട്രക്റ്റീവ് ആയിരുന്നു എന്ന് ഇറാൻ തന്നെ പറയുന്നുണ്ട്. അമേരിക്ക അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനിടയിലൂടെ ഇറാൻ പ്രൈം മിനിസ്റ്റർ പറയുന്നുണ്ട്, ഇവിടുന്ന് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഒഴിവാക്കാം, പക്ഷേ സമാധാനത്തിനുള്ള ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി റൂബിയോ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു, ന്യൂക്ലിയർ പരിപാടി ഇറാനിൽ പറ്റില്ല, ലോങ് റേഞ്ച് മിസൈലും പറ്റില്ല, ഇതുണ്ടെങ്കിൽ മാത്രമേ മൂന്നാം വട്ട ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. മൂന്നാം വട്ട ചർച്ച നടന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഈ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഇവർ പുറത്ത് പലതും പറയും, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എല്ലാം സമാധാനത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് വിചാരിക്കാം. നമ്മളുടെ മാർപ്പാപ്പ നല്ല ഐശ്വര്യമുള്ള മാർപ്പാപ്പയായിരിക്കട്ടെ, ലോകത്തിൽ സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.